നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. ഇന്നത്തെ പുതിയ ദിവസത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 12, 2026, ഇന്ത്യൻ സമയം രാവിലെ 5:15. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യാൻ പോകുന്നു. പഴയ കാലം കഴിഞ്ഞിരിക്കുന്നു, പുതിയ കാലം ആരംഭിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകൾ ഉയർത്തി ഹൃദയം തുറന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കൂ. സ്വർഗസ്ഥനായ പരിശുദ്ധ പിതാവേ, ഇന്നത്തെ ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നലെ വരെയുള്ള എല്ലാ പരാജയങ്ങളും, എല്ലാ വേദനകളും, എല്ലാ നിരാശകളും അങ്ങയുടെ കാൽക്കൽ വയ്ക്കുന്നു. ഇന്നുമുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യണമേ. പുതിയ വഴികൾ തുറക്കണമേ. പുതിയ അവസരങ്ങൾ നൽകണമേ. പുതിയ അനുഗ്രഹങ്ങൾ പകരണമേ. ഞങ്ങൾ കാണാത്ത വഴിയിൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ അറിയാത്ത മാർഗങ്ങളിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണമേ. ഞങ്ങളുടെ വരണ്ട സ്ഥലങ്ങളിൽ നദികൾ ഒഴുക്കണമേ. ഞങ്ങളുടെ മരുഭൂമിയിൽ പൂക്കൾ വിരിയിക്കണമേ. ഞങ്ങളുടെ ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കണമേ. ഇന്നീ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തെ തൊടണമേ. അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കണമേ. അവരുടെ ഭാവിയെ പുതുക്കണമേ. യേശുക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, എത്ര പേർ ഇന്ന് പഴയ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്? എത്ര പേർ പഴയ വേദനകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്? എത്ര പേർ എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് കരുതുന്നു? എന്നാൽ ഇന്ന് ദൈവം പറയുന്നു, ഞാൻ പുതിയത് ചെയ്യുന്നു. പഴയത് കടന്നുപോയി. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ആകയാൽ ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയവ കടന്നുപോയി, ഇതാ എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. ഈ വാക്ക് ശ്രദ്ധിക്കൂ. പഴയവ കടന്നുപോയി. നിങ്ങളുടെ പഴയ പരാജയങ്ങൾ കടന്നുപോയി. പഴയ ലജ്ജകൾ കടന്നുപോയി. പഴയ പാപങ്ങൾ കടന്നുപോയി. പഴയ ശാപങ്ങൾ കടന്നുപോയി. പഴയ രോഗങ്ങൾ കടന്നുപോയി. പഴയ ദാരിദ്ര്യം കടന്നുപോയി. പഴയ നിരാശ കടന്നുപോയി. പുതിയത് വരുന്നു. എന്താണത്? 1. പുതിയ ദർശനം. സദൃശ്യവാക്യങ്ങൾ 29:18 പറയുന്നു, ദർശനമില്ലാത്തിടത്ത് ജനം അലക്ഷ്യപ്പെടുന്നു. ദൈവം ഇന്ന് നിങ്ങൾക്ക് പുതിയ ദർശനം നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിനായുള്ള പുതിയ ദർശനം, നിങ്ങളുടെ കുടുംബത്തിനായുള്ള പുതിയ ദർശനം, നിങ്ങളുടെ കരിയറിനായുള്ള പുതിയ ദർശനം, നിങ്ങളുടെ ആരോഗ്യത്തിനായുള്ള പുതിയ ദർശനം, നിങ്ങളുടെ സാമ്പത്തികത്തിനായുള്ള പുതിയ ദർശനം. നിങ്ങൾ കാണാത്തത് കാണാൻ ദൈവം നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കുന്നു. 2. പുതിയ ബലം. യെശയ്യാവ് 40:31 പറയുന്നു, കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവർ ബലം പുതുക്കും. അവർ കഴുകന്മാരെപ്പോലെ ചിറകുകളോടെ കയറും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. നിങ്ങൾ തളർന്നിട്ടുണ്ടോ? ക്ഷീണിച്ചിട്ടുണ്ടോ? ഇനി കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് ദൈവം പറയുന്നു, ഞാൻ നിനക്ക് പുതിയ ബലം നൽകുന്നു. നിങ്ങൾക്ക് പുതിയ ആത്മീയ ബലം, പുതിയ മാനസിക ബലം, പുതിയ ശാരീരിക ബലം ലഭിക്കും. 3. പുതിയ വാതിലുകൾ. വെളിപാട് 3:7-8 പറയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന ഒരു വാതിൽ വച്ചിരിക്കുന്നു. അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ദൈവം ഇന്ന് നിങ്ങൾക്കായി പുതിയ വാതിലുകൾ തുറക്കുന്നു. തൊഴിലവസരങ്ങളുടെ വാതിലുകൾ, സാമ്പത്തിക അനുഗ്രഹത്തിന്റെ വാതിലുകൾ, വൈദ്യുത സൗഖ്യത്തിന്റെ വാതിലുകൾ, ബന്ധങ്ങളുടെ പുനരുദ്ധാരണത്തിന്റെ വാതിലുകൾ, ആത്മീയ വളർച്ചയുടെ വാതിലുകൾ, ആരും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ. എനിക്ക് നിങ്ങളുമായി 2 ശക്തമായ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കണം. ആദ്യത്തെ സാക്ഷ്യം, കേരളത്തിലെ ഒരു സഹോദരി 15 വർഷമായി വന്ധ്യത്വ പ്രശ്നം നേരിടുകയായിരുന്നു. എല്ലാ ചികിത്സകളും പരീക്ഷിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, സ്വാഭാവികമായി കുട്ടികളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കുടുംബത്തിൽ നിന്ന് നിന്ദകളും സമൂഹത്തിൽ നിന്ന് ലജ്ജകളും അനുഭവിച്ചു. ഭർത്താവിന്റെ കുടുംബം വീണ്ടും വിവാഹം കഴിക്കാൻ സമ്മർദ്ദം ചെലുത്തി. ഒരു രാത്രി ഏകാന്തതയിൽ അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ എന്റെ ജീവിതത്തിൽ പുതിയത് കാണണം. അങ്ങയുടെ മഹത്വം എന്റെ വഴി കാണിക്കണമേ. അന്ന് രാത്രി അവർക്കൊരു സ്വപ്നം കണ്ടു. യെശയ്യാവ് 54:1 എന്ന വചനം വളരെ വ്യക്തമായി കണ്ടു. മച്ചിയെ, പ്രസവിക്കാത്തവളെ, ഘോഷിച്ചുല്ലസിക്ക. നോവ് കിട്ടാത്തവളെ, ആർത്തുഘോഷിച്ചുല്ലസിക്ക. അടുത്ത ദിവസം മുതൽ അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഉല്ലസിക്കും, കാരണം ദൈവം പുതിയത് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചു. 3 മാസത്തിനുള്ളിൽ
അവർ ഗർഭിണിയായി. ഡോക്ടർമാർ ആശ്ചര്യപ്പെട്ടു. ഇതൊരു മെഡിക്കൽ അത്ഭുതമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെ 3 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു മകനുണ്ട്. അവരവനെ അത്ഭുതമകൻ എന്ന് വിളിക്കുന്നു. ഇതാണ് ദൈവം ചെയ്യുന്നത്. മനുഷ്യൻ അസാധ്യമെന്ന് പറയുന്നിടത്ത് ദൈവം ഞാൻ പുതിയത് ചെയ്യുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം. ഒരു സഹോദരൻ വർഷങ്ങളായി മദ്യപാനത്തിനടിമപ്പെട്ടിരുന്നു. കുടുംബം തകർന്നു, ജോലി നഷ്ടപ്പെട്ടു, സുഹൃത്തുക്കൾ അകന്നുപോയി, സ്വയം വെറുക്കാൻ തുടങ്ങി. ഒരു ദിവസം വഴിയരികിൽ ആരോ കൊടുത്ത ഒരു ലഘുലേഖ വായിച്ചു. അതിലെഴുതിയിരുന്നു, യേശു നിനക്ക് പുതിയ ജീവിതം നൽകും. അന്ന് വൈകുന്നേരം തളർന്ന് നിരാശനായി ഒരു പള്ളിയുടെ മുന്നിൽ മുട്ടുകുത്തി. യേശുവേ, ഞാൻ നശിച്ചു പോകുകയാണ്. എനിക്ക് സ്വയം മാറാൻ കഴിയില്ല. അങ്ങെന്നെ മാറ്റണം, എന്നിൽ പുതിയത് ചെയ്യണം. ആ നിമിഷം തന്നെ ദൈവത്തിന്റെ സ്പർശമനുഭവിച്ചു. ദശാബ്ദങ്ങളുടെ വേദന, ലജ്ജ, കുറ്റബോധം എല്ലാം കഴുകിപ്പോയി. അന്നുമുതൽ 6 വർഷമായി അദ്ദേഹം മദ്യച്ചിട്ടില്ല. ഇപ്പോൾ ഒരു വിജയകരമായ ബിസിനസ്സുണ്ട്. കുടുംബം പുനരുദ്ധരിക്കപ്പെട്ടു. ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. സങ്കീർത്തനം 40:2-3 എന്ന വചനം. അവൻ എന്നെ നാശകരമായ കുഴിയിൽ നിന്നും ചേട്ടിൽ നിന്നും വലിച്ചെടുത്തു. എന്റെ കാലുകളെ പാറയിൽ നിർത്തി എന്റെ നടപ്പുറപ്പിച്ചു. അവൻ എന്റെ വായിൽ ഒരു പുതിയ പാട്ട്, നമ്മുടെ ദൈവത്തിനുള്ള സ്തുതിയെ തന്നെ ഇട്ടു. എങ്ങനെ പുതിയത് സ്വീകരിക്കാം? പ്രിയപ്പെട്ടവരെ, ദൈവം പുതിയത് ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ചോദ്യം, നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണോ? 5 പ്രധാന പടികൾ. 1. പഴയതുപേക്ഷിക്കുക. ലൂക്കോസ് 5:37-38. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കുന്നവനില്ല. ഒഴിച്ചാൽ പുതിയ വീഞ്ഞ് തുരുത്തിയെ കീറി ചിന്തിപ്പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ഒഴിക്കണം. ഉപേക്ഷിക്കേണ്ടത് പഴയ ചിന്താഗതി, എനിക്ക് കഴിയില്ല എന്ന ചിന്ത, പഴയ കയ്പ്, ഇന്നലത്തെ വേദനകൾ പിടിച്ചു നിർത്തുന്നത്, പഴയ പാപങ്ങൾ നിങ്ങളെ പിന്നോട്ടു വലിക്കുന്നത്, പഴയ സൗഖ്യമില്ലാത്ത ബന്ധങ്ങൾ, വിഷലിപ്തമായ ബന്ധങ്ങൾ, പഴയ ഭയങ്ങൾ നിങ്ങളെ തളർത്തുന്നത്. പ്രാർത്ഥിക്കൂ, ദൈവമേ, എന്നെ പിന്നോട്ടു വലിക്കുന്ന എല്ലാം ഉപേക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ. 2. വിശ്വാസത്തോടെ മുന്നേറുക. എബ്രായർ 11:1. വിശ്വാസം ആശിക്കുന്നവയുടെ ഉറപ്പും കാണാത്തവയുടെ ബോധവുമാകുന്നു. നിങ്ങൾ കാണുന്നില്ലെങ്കിലും വിശ്വസിക്കൂ. എന്റെ സൗഖ്യം വരുന്നു, രോഗം കാണുന്നുണ്ടെങ്കിലും. എന്റെ അത്ഭുതം വരുന്നു, പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലും. എന്റെ അനുഗ്രഹം വരുന്നു, അഭാവം കാണുന്നുണ്ടെങ്കിലും. എന്റെ ഉത്തരം വരുന്നു, കാത്തിരിപ്പ് നീണ്ടാലും. 3. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. സങ്കീർത്തനം 27:14. കർത്താവിനായി കാത്തിരിക്ക. ധൈര്യപ്പെട്ടു നിന്റെ ഹൃദയം ഉറ്റിരിക്കട്ടെ. കർത്താവിനായി കാത്തിരിക്ക. നിരാശയോടെയല്ല, പ്രതീക്ഷയോടെ കാത്തിരിക്കൂ. ദൈവം പ്രവർത്തിക്കുന്നു, നിങ്ങൾ കാണാത്തിടത്ത്. തേനീച്ചക്കൂടിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? പുറത്തുനിന്ന് കാണുന്നില്ല, പക്ഷെ അകത്ത് തേനുണ്ടാക്കുകയാണ്. അതുപോലെ ദൈവം നിങ്ങൾ കാണാത്തിടത്ത് പ്രവർത്തിക്കുന്നു. 4. ദൈവത്തെ സ്തുതിക്കുക. സങ്കീർത്തനം 34:1. ഞാൻ സകലകാലത്തും കർത്താവിനെ വാഴ്ത്തും. അവന്റെ സ്തുതി എന്നും എന്റെ വായിലിരിക്കും. പ്രശ്നങ്ങൾക്കിടയിലും സ്തുതിക്കൂ, വേദനയ്ക്കിടയിലും സ്തുതിക്കൂ, കാത്തിരിപ്പിനിടയിലും സ്തുതിക്കൂ. സ്തുതി നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തുന്നു. സ്തുതി നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. സ്തുതി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 5. ക്രിയയിൽ വിശ്വാസം കാണിക്കുക. യാക്കോബ് 2:17. അതുപോലെ ക്രിയകളില്ലാത്ത വിശ്വാസവും അതുതന്നെയായി മരിച്ചതാകുന്നു. നിങ്ങളുടെ വിശ്വാസം ക്രിയയിൽ കാണിക്കൂ. ജോലി അവസരത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ അപേക്ഷകൾ അയയ്ക്കുക, സ്കിൽസ് മെച്ചപ്പെടുത്തുക. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക. ബന്ധം പുനരുദ്ധരിക്കണമെങ്കിൽ ആദ്യ ചുവടെടുക്കുക, ക്ഷമിക്കുക. സാമ്പത്തിക അനുഗ്രഹത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ ജ്ഞാനത്തോടെ മാനേജ് ചെയ്യുക, ദശാംശം കൊടുക്കുക. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾക്കായി ഒരു പ്രത്യേക സന്ദേശമുണ്ട്. എന്റെ കുഞ്ഞേ, നീ കരുതുന്നത് നിന്റെ ജീവിതം അവസാനിച്ചു എന്നാണ്. എന്നാൽ ഞാൻ പറയുന്നു, ഇത് തുടക്കം മാത്രം. നീ കരുതുന്നത് നിന്റെ സ്വപ്നങ്ങൾ മരിച്ചു എന്നാണ്. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ അവയെ പുനരുജ്ജീവിപ്പിക്കുന്നു. നീ കരുതുന്നത് നിനക്കിനി അവസരമില്ല എന്നാണ്. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ പുതിയ വാതിലുകൾ തുറക്കുന്നു. നീ കരുതുന്നത് വളരെ വൈകിയെന്നാണ്. എന്നാൽ ഞാൻ പറയുന്നു, എനിക്കൊരിക്കലും വൈകിയിട്ടില്ല. ഇന്നു മുതൽ ഞാൻ പുതിയത് ചെയ്യുന്നു. നിന്റെ വരണ്ട സ്ഥലങ്ങളിൽ ഞാൻ നദികൾ ഒഴുക്കും. നിന്റെ മരുഭൂമിയിൽ ഞാൻ പൂന്തോട്ടങ്ങൾ നടും.
നിന്റെ ഇരുട്ടിൽ ഞാൻ വെളിച്ചം തെളിയിക്കും. നിന്റെ ദുഃഖത്തെ ഞാൻ സന്തോഷമാക്കും. നിന്റെ വിലാപത്തെ ഞാൻ നൃത്തമാക്കും. നീ കണ്ടിട്ടില്ലാത്തത് നീ കാണും. നീ കേട്ടിട്ടില്ലാത്തത് നീ കേൾക്കും. നീ അനുഭവിച്ചിട്ടില്ലാത്തത് നീ അനുഭവിക്കും. ഇത് എന്റെ വചനമാണ്. ഇത് സംഭവിക്കും. നീ വിശ്വസിക്കുന്നുവോ? യെശയ്യാവ് 42:9. ഇതാ, പണ്ടു പ്രസ്താവിച്ചവ സംഭവിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ പുതിയവ അറിയിക്കുന്നു. അവ ഉദ്ഭവിക്കുന്നതിനു മുൻപ് തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഇന്ന് ചെയ്യേണ്ട 7 കാര്യങ്ങൾ. 1. പുലർച്ചെയുണരുമ്പോൾ, ദൈവമേ, ഇന്ന് നന്ദി. ഇന്നങ്ങ് എന്നിൽ പുതിയത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2. ഈ വചനം ധ്യാനിക്കുക. യെശയ്യാവ് 43:19. ഇതാ, ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. 3. പഴയ നെഗറ്റീവ് ചിന്തകൾ തിരിച്ചറിയുക. ഓരോ നെഗറ്റീവ് ചിന്തയെയും ദൈവവചനം കൊണ്ട് മറികടക്കുക. 4. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതുക. ഇന്നലെയുടെ അനുഗ്രഹങ്ങൾ എഴുതുക. അത് നാളെയുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. 5. ഒരാൾക്ക് പ്രതീക്ഷ നൽകുക. നിങ്ങൾക്ക് ലഭിച്ച പ്രതീക്ഷ മറ്റൊരാൾക്ക് പകരുക. 6. ഉച്ചത്തിൽ പ്രഖ്യാപിക്കുക. ഇന്നുമുതൽ ദൈവം എന്നിൽ പുതിയത് ചെയ്യുന്നു. 7. രാത്രി കിടക്കുമ്പോൾ, ദൈവമേ, ഇന്നത്തെ ദിവസത്തിന് നന്ദി. നാളത്തെ ദിവസത്തിലും അങ്ങ് എന്നോടൊപ്പമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശക്തമായ പ്രഖ്യാപന പ്രാർത്ഥന. നിങ്ങളുടെ കൈകൾ ഉയർത്തി എന്നോടൊപ്പം ഉറക്കെ പ്രഖ്യാപിക്കൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇന്നുമുതൽ എന്റെ ജീവിതത്തിൽ പുതിയതാരംഭിക്കുന്നു. പഴയ പരാജയങ്ങൾ എന്നെ നിർവചിക്കുന്നില്ല. പഴയ വേദനകൾ എന്നെ തളർത്തുന്നില്ല. പഴയ ശാപങ്ങൾ എന്നെ ബന്ധിക്കുന്നില്ല. ഇന്നുമുതൽ എന്റെ മനസ്സ് പുതുക്കപ്പെടുന്നു. എന്റെ ബലം വർദ്ധിക്കുന്നു. എന്റെ വിശ്വാസം ശക്തിപ്പെടുന്നു. എന്റെ പ്രതീക്ഷ ഉയരുന്നു. പുതിയ വാതിലുകൾ തുറക്കുന്നു. തൊഴിലിന്റെ വാതിലുകൾ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ, സൗഖ്യത്തിന്റെ വാതിലുകൾ, പുനരുദ്ധാരണത്തിന്റെ വാതിലുകൾ. എന്റെ മരുഭൂമി പൂന്തോട്ടമാകുന്നു. എന്റെ വരൾച്ച നദിയാകുന്നു. എന്റെ ഇരുട്ട് വെളിച്ചമാകുന്നു. എന്റെ വിലാപം നൃത്തമാകുന്നു. ഞാൻ വിജയിക്കും. ഞാൻ തഴച്ചു വളരും. ഞാൻ മേൽക്കോയ്മ നേടും. ഞാൻ ദൈവമഹത്വം കാണും. ഇതെന്റെ വർഷമാണ്. ഇതെന്റെ സമയമാണ്. ഇതെന്റെ സീസണാണ്. ഇതെന്റെ അത്ഭുതമാണ്. യേശുക്രിസ്തുവിന്റെ ശക്തമായ, മഹത്വമുള്ള, വിജയിയായ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. പരിശുദ്ധ പിതാവേ, സർവശക്തനായ ദൈവമേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയത് ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ അങ്ങ് പുതിയ ദർശനം നൽകണമേ. പുതിയ ബലം പകരണമേ. പുതിയ പ്രതീക്ഷ ജനിപ്പിക്കണമേ. പുതിയ സന്തോഷം നിറയ്ക്കണമേ. അവരുടെ കുടുംബത്തിൽ പുതിയ സമാധാനം വരട്ടെ. പുതിയ സ്നേഹം പ്രവഹിക്കട്ടെ. പുതിയ ധാരണയുണ്ടാകട്ടെ. പുതിയ അനുഗ്രഹങ്ങൾ പകരട്ടെ. അവരുടെ ആരോഗ്യത്തിൽ പുതിയ ശക്തി നൽകണമേ. പുതിയ ഊർജം പകരണമേ. പുതിയ സൗഖ്യം വരണമേ. പുതിയ ജീവൻ നിറയണമേ. അവരുടെ സാമ്പത്തികത്തിൽ പുതിയ വഴികൾ തുറക്കണമേ. പുതിയ അവസരങ്ങൾ നൽകണമേ. പുതിയ സമൃദ്ധി വരണമേ. പുതിയ അനുഗ്രഹം പകരണമേ. അവരുടെ ആത്മീയതയിൽ പുതിയ വളർച്ച നൽകണമേ. പുതിയ അഭിഷേകം പകരണമേ. പുതിയ ശക്തി നിറയണമേ. പുതിയ മഹത്വം കാണിക്കണമേ. ഇന്നുമുതൽ അവർ പുതിയ സൃഷ്ടികളായിരിക്കട്ടെ. പഴയതെല്ലാം കടന്നുപോകട്ടെ. പുതിയതെല്ലാം വരട്ടെ. അങ്ങയുടെ കൃപ അവരുടെ മേലുണ്ടാകട്ടെ. അങ്ങയുടെ കാരുണ്യം അവരെ പിന്തുടരട്ടെ. അങ്ങയുടെ സ്നേഹം അവരെ വലയം ചെയ്യട്ടെ. അങ്ങയുടെ സാന്നിധ്യം അവരെ മൂടട്ടെ. യേശുക്രിസ്തുവിന്റെ ശക്തമായ, വിജയിയായ, മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എണ്ണാക്കാവ് 6:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കാക്കുമാറാകട്ടെ. കർത്താവ് തന്റെ മുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപ ചെയ്യുമാറാകട്ടെ. കർത്താവ് തന്റെ മുഖം നിങ്കലേക്ക് തിരിച്ച് നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. 2 കൊരിന്ത്യർ 13:14. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കുക, ഇന്ന് പുതിയ ദിവസമാണ്. ദൈവം പുതിയത് ചെയ്യുന്നു. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ നിർവചിക്കുന്നില്ല. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നതാണ് പ്രധാനം. നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ എന്താകുന്നു എന്നതാണ് പ്രധാനം. വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക, സ്വീകരിക്കുക. നാളെ വീണ്ടും കാണാം, മറ്റൊരു പുതിയ അനുഗ്രഹവുമായി. അതുവരെ ദൈവത്തോടൊപ്പം നടക്കുക, വിശ്വാസത്തിൽ ജീവിക്കുക, സ്നേഹത്തിൽ വളരുക,
പ്രതീക്ഷയിൽ തഴച്ചു വളരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളിൽ പുതിയത് ചെയ്യട്ടെ. ആമേൻ. ആമേൻ.